കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു എന്നുള്ളത്. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച് അവിടെ 58 പേരെ കൊന്നു, ഫലസ്തീൻകാരെയാണ് കൊന്നത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ ഇവിടെ വെടിനിർത്തൽ ലംഘിച്ചത് ഹമാസാണ്. ഹമാസ് റഫയിലുള്ള 2 ഇസ്രായേൽ പട്ടാളക്കാരെ ആദ്യം കൊന്നുകളയുന്നു. ഇതോടുകൂടി ഇസ്രായേൽ പല തുരങ്കങ്ങളിലായി ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹമാസിനെതിരായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആക്രമണങ്ങളുടെ പരമ്പര ഇപ്പോൾ ഇസ്രായേൽ തിരിച്ച് പുനരാരംഭിച്ചിരിക്കുകയാണ്. മേജർ യാനിവ് കുല 26 വയസ്സുള്ള, സ്റ്റാഫ് സർജൻ ഇറ്റേ യാവറ്റ് 21 വയസ്സുള്ള, റഫേൽ ബ്രിഗേഡിൻ്റെ 932 ബറ്റാലിയനിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇവരെയാണ് ഒരു തുരങ്കത്തിൽ നിന്നും പുറത്തിറങ്ങി ഹമാസ് യാതൊരുവിധ കാരണവുമില്ലാതെ കൊന്നുകളഞ്ഞത്. ഇവരെ കൊന്നുകളയുന്ന ഈ ഒരു സാഹചര്യത്തിൽ സൈന്യം അതീവ ജാഗ്രത പുലർത്തുമെന്ന് IDF CDS ചീഫ് ഓഫ് സ്റ്റാഫ് ഡിഫൻസ് ജനറൽ ER സമീറും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സലാഹേദ്ദീൻ റോഡിന് സമീപം തെക്ക് കിഴക്കൻ റഫേൽ തുരങ്കത്തിൽ നിന്നൊരു തീവ്രവാദി സംഘത്തെ, ഇവരെ പുറത്തുവന്ന് ആക്രമിച്ച തീവ്രവാദി സംഘത്തെ അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബോംബ് ബ്ലാസ്റ്റിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആക്രമണത്തിന് മറുപടിയുമായി ഇസ്രായേലി വ്യോമസേനയും കരസേനയും ഉടൻ തന്നെ പ്രദേശത്ത് പ്രത്യാക്രമണം നടത്തുന്നു. ഹമാസ് ഉപയോഗിക്കുന്ന ടണൽ ഷാഫ്റ്റുകളും മറ്റ് ബേസിക് സ്ട്രക്ചറുകളും അവർ തകർക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതെല്ലാം തുടങ്ങിയത് ഹമാസ് 2 പട്ടാളക്കാരെ വീണ്ടും കൊന്നതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് തെക്കൻ ഗസയിലും മധ്യ ഗസയിലും അവിടെ ആക്രമണങ്ങൾ, അതായത് ഡസൺ കണക്കിന് ആക്രമണങ്ങൾ ഇസ്രായേൽ വീണ്ടും നടത്തി ബന്ദികളെ പാർപ്പിക്കാനുള്ള ഇവരുടെ തുരങ്കങ്ങൾ തകർക്കുന്നു. ഇനി അടുത്തതായിട്ട് മധ്യ ഗസയിലെ ഹമാസ് പ്രവർത്തകരെയും, അതായത് ഹമാസിൻ്റെ അവിടെയുള്ള തീവ്രവാദികളെയും ഫീൽഡ് കമാൻഡർമാരെയും ലക്ഷ്യമിട്ട് വീണ്ടും IDF ആക്രമണം നടത്തുന്നു. അതിനുശേഷം മധ്യ ഗസയിൽ നടന്ന ആക്രമണത്തിൽ ഹമാസ് ഇലൈറ്റ് മുക്ബ ഫോഴ്സിൻ്റെ കമാൻഡർ യഹ്യ അൽ മദൂബ് അയാളെ കൊലപ്പെടുത്തുന്നു. ഇത് പലസ്തീൻ മാധ്യമങ്ങൾ പലതും പുറത്തു പറയുന്നതാണ്. ഇനി 120-ലധികം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണം തെക്കൻ ഗാസ മുനമ്പിൽ 6 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാന ഹമാസ് തുരങ്കത്തിൽ ഇസ്രായേൽ നടത്തുന്നു. ഇതെല്ലാം ഈ 2 പട്ടാളക്കാരെ ആക്രമിച്ചത് കൊണ്ടാണ്, അവർ കൊലപ്പെടുത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ഡിഫൻസ് ഏജൻസി അപ്പോഴേക്കും നിലവിളി തുടങ്ങി. അയ്യോ, ഞങ്ങളുടെ ഫലസ്തീൻകാരെ കൊന്നൊടുക്കുന്നതിന്. യഥാർത്ഥത്തിൽ ഹമാസിനെയാണ് കൊന്നൊടുക്കിയത്, ഹമാസിൻ്റെ തീവ്രവാദികളെയാണ് കൊന്നൊടുക്കിയത്. അങ്ങനെയാണ് 58 പേർ മരിച്ചത്. ഗാസ, അതായത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ഡിഫൻസ് ഏജൻസി, ഈ മാധ്യമ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ആ ഒരു സോഴ്സാണ് ഇവിടെ കേരളത്തിലടക്കം വാർത്ത കൊടുക്കുന്നത് ഇത് പലസ്തീൻകാരെയാണ് കൊന്നൊടുക്കുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഹമാസ് അവിടെ 45ഓളം പലസ്തീൻകാരെ കൊന്നൊടുക്കി ഈ ഇസ്രായേൽ പിൻവാങ്ങിയ ശേഷം. അത് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആശയത്തിന് അവർ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് കൊന്നൊടുക്കിയത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആ വാർത്തയൊന്നും ഇവിടെയുള്ള ഒരു മാധ്യമങ്ങളിലും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.